ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജയനെയും ആദർശിനെയും നയനെയുമാണ്. അങ്ങനെ നയനയോട് ജയൻ പറയുകയാണ്, നമ്മുടെ ദേവയാനിയുടെ ആ ഒരു സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ, സ്നേഹിക്കുകയാണെങ്കിൽ കണ്ടമാനം അങ്ങോട്ട് സ്നേഹിക്കും, പിന്നെ വെറുക്കുകയാണെങ്കിൽ അങ്ങേ അറ്റം വെറുക്കും. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ അച്ഛാ, ഇവളെ സ്നേഹിച്ച് തുടങ്ങണ്ടേ എൻ്റെ അമ്മ, അതല്ലേ വേണ്ടത്. അതാന്നേ വേണ്ടത്, അതങ്ങനെ ഉണ്ടാകും. ഒരു ദിവസം അവൾ എല്ലാ സത്യങ്ങളും അറിയും. നയന നല്ലവളായിരുന്നുവെന്നും നയനയുടെ ആത്മാർത്ഥതയൊക്കെ മനസ്സിലാക്കും. മോളെ, ആ ഒരു ദിവസത്തിന് വേണ്ടിയാ നീ കാത്തിരിക്കേണ്ടത്, നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ആദർശ് പറഞ്ഞു, അതിനുവേണ്ടി തന്നെയാ ഇപ്പം പറഞ്ഞ സത്യത്തിൽ ഞാൻ മാല ഇട്ടിരിക്കുന്നത് തന്നെ. ഞാൻ ഈ 41 ദിവസത്തെ വ്രതം എടുത്ത് ഞാൻ അയ്യപ്പനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ അമ്മയുടെ മനസ്സ് മാറി നയനെ സ്നേഹിച്ചു തുടങ്ങണോ അച്ഛാ. അങ്ങനെ തന്നെ ഉണ്ടാകും. പിന്നെ മോള് പേടിക്കൊന്നും വേണ്ട. ഇപ്പം ആദർശ് മോളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലോ. പണ്ടത്തെ പോലെ അല്ലല്ലോ ആദർശിന് ഇപ്പം മോളെ ജീവനാണ്. നിങ്ങൾ തമ്മിൽ പ്രണയം ഉണ്ടെന്ന് കണ്ടു നിൽക്കുന്നവർക്കൊക്കെ അറിയാം. അതും ദേവയാനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെയാ. പക്ഷെ ദേവയാനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മോൻ നയനെ സ്നേഹിക്കാതെ ഒന്നും ഇരിക്കല്ലേ. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പരിഗണന ഭാര്യയ്ക്ക് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കേണ്ട പരിഗണന അമ്മയ്ക്കും കൊടുക്കണം, അതാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ താമസിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാൻ പോകണമല്ലോ, നിങ്ങൾ ആദ്യം പൊക്കോ, പുറകെ ഞാൻ വന്നേക്കാം. ഇവിടെ ആരെങ്കിലും വന്ന് നിൽക്കാനേ ജലജയോ അല്ലെങ്കിൽ ജാനകീനെയോ ഒക്കെ വിടാന്നാ പറഞ്ഞത്. അപ്പോൾ ആരെയും ഇവിടെ വന്ന് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് പോ. പിന്നെ നയനമോളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അവിടെ ചെന്ന് പണിയൊന്നും ചെയ്യരുത്, ശരീരം നോക്കണം. ഹേയ് ഇല്ലച്ചാ, ഞാൻ ശരീരം നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടും അങ്ങ് പോവുകയാണ് കേട്ടോ. നമ്മുടെ ആദർശ് നയനും കൂടെ നേരെ ആനന്ദപുരിയിലേക്ക് പോവുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികേനെയാണ്. അപ്പോൾ അനാമിക കാറും കൊണ്ട് ഇങ്ങനെ ചുറ്റാൻ ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നന്ദുവിനെ കാണുന്നത്. നന്ദുവിനെ കണ്ടത്, ഇവക്കൊന്നും പറ്റിയില്ലേ എന്ന് ഓർത്തിങ്ങനെ അതിശയിച്ച് നിൽക്കുക. എന്നിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും അട്ടിമുടി ഇങ്ങനെ നയനയല്ലാട്ടോ അനാമിക നോക്കാണ് കേട്ടോ. അപ്പോൾ അനാമികനെ കണ്ടത്, എന്തു പറ്റി, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? മനസ്സിലായി, എനിക്കൊന്നും പറ്റിയില്ല എന്ന് ചിന്തിക്കുകയായിരിക്കും അല്ലേ. നീയോ നിന്റെ അച്ഛനോ ആടി ആ ഗുണ്ടകളെ പറഞ്ഞയച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഗുണ്ടകളെ ഇപ്പോൾ വല്ല ഹോസ്പിറ്റലും കാണും. നിന്റെ അച്ഛനോടൊന്ന് പോയി പറ, പാവം ആ ഗുണ്ടകൾക്ക് വല്ല പൈസയും കൊടുത്തിട്ട് വല്ല തൈലവോ വല്ല കുഴമ്പോ ഇട്ടയ്ക്കൊന്ന് നന്നായിട്ട് തിരുമി ഉഴിഞ്ഞു വിടാൻ അത്രയ്ക്ക് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തു പറ്റി, നീ എന്താ ഓർത്തത്? ഞാനിവിടെ ചത്ത് കിടക്കായിരുന്നാണോ നീ ഓർത്തത്? അതെ, അങ്ങനെ ഓർത്തിട്ട് ഒരു കാര്യമില്ല. എന്നെ അടിക്കാൻ വന്നാൽ തിരിച്ച് 10 എണ്ണം കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ മോളെ, നിനക്ക് എൻ്റെ ഉശിര്. അതുകൊണ്ട് നിന്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞേരെ, നിന്റെ അച്ഛൻ്റെ ശരീരം കേടാക്കണ്ടെങ്കിൽ മര്യാദയ്ക്കിരിക്കാൻ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും അനാമിക, അതിന് ഞാനിതൊന്നും അറിഞ്ഞില്ല, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നന്ദൂരോട്. നീ ഒന്നും പറയണ്ട, നിന്റെ മുഖത്തുനിന്ന് തന്നെ എനിക്കെല്ലാം വായിച്ചെടുക്കാൻ പറ്റൂലോ. അത് പിന്നെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമുള്ളൂ, എൻ്റെ ഭർത്താവിൻ്റെ പുറകെ നടക്കുന്നത്. അതെനിക്ക് ഇഷ്ടമല്ല. ആ ഒരു ദേഷ്യം എനിക്ക് നിന്നോടുള്ളത്. ആ ദേഷ്യം നിനക്ക് എന്നോട് കാണിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നിന്റെ ഭർത്താവിൻ്റെ പുറകെ ഞാൻ നടക്കുന്നില്ല. പിന്നെ നിന്റെ ഭർത്താവിനെ വേണമെങ്കിൽ എനിക്ക് വിവാഹം കഴിക്കായിരുന്നു, പക്ഷേ എനിക്കതിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ ഭർത്താവിനെ വേണ്ടാന്ന് വെച്ചത്. ഇനി ഞാൻ വേണമെന്ന് വെക്കുകയായിരുന്നെങ്കിൽ നിനക്ക് അവനെ കിട്ടത്തുമില്ലായിരുന്നു. അതുകൊണ്ട് മോളിപ്പോൾ ഒരു കാര്യം ചെയ്യാം, മോളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പുന്നാര അച്ഛനോട് കാര്യങ്ങളൊക്കെ എന്ന് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. നിന്റെ അച്ഛനെ എന്നെ നന്നായിട്ട് അറിയില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഏതായാലും വണ്ടി എടുത്തോണ്ട് നന്ദു ഇത്രയും പറഞ്ഞിട്ട് നല്ല മാസ് ഡയലോഗൊക്കെ ഇറക്കിയിട്ട് അങ്ങ് പോയിട്ടോ. കാലി മൂത്തിട്ട് നമ്മുടെ അനാമിക വീട്ടിലേക്ക് ചെല്ലുക. കാലി മൂത്താ ചെല്ലുന്നത്. അപ്പം തന്നെ രേവതി ചോദിച്ചു, ഇതെന്താ മോളെ നിനക്ക് പറ്റിയതും? പോയ സ്പീഡിൽ തന്നെ മോള് തിരിച്ചു വന്നത്. പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? പോയ സ്പീഡിൽ പിന്നെ തിരിച്ചു വരാതെ ഈ അച്ഛൻ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത് നമുക്കറിയാമോ? എന്തച്ഛൻ കാണിച്ചു വെച്ചെന്ന്? അച്ഛൻ കാണിച്ചു വെച്ചില്ലേ ഒന്നും എന്നിങ്ങനെ വേണുവിനോട് ചോദിച്ചു. അപ്പം വേണു ചോദിച്ചു, എന്താ മോളെ ഈ പറയുന്നത്? അല്ല, അച്ഛൻ പറഞ്ഞല്ലോ ഒരുത്തീനെ തല്ലി ഹോസ്പിറ്റലിൽ ഇട്ടേക്കാണെന്ന്. അവക്ക് എന്താ സംഭവിച്ചത്? അവക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അവക്ക് ഒന്നും സംഭവിച്ചില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് മനസ്സിൽ വിചാരിക്കുക, അയ്യോ ഇവളെല്ലാം അറിഞ്ഞെന്നാ തോന്നുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അനാമിക പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല അച്ഛൻ അവളെ അറിയില്ലാഞ്ഞിട്ടാ. അച്ഛൻ എന്തിനാ വെറുതെ ഗുണ്ടകളെ അവളുടെ പുറകെ പറഞ്ഞു വിട്ടത്? ഗുണ്ടകളെയൊക്കെ തല്ലി തോപ്പിക്കാനുള്ള ഉശിരെ അവക്കുണ്ട്. അവളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. നോക്കിയിരുന്നോ സൂക്ഷിച്ചിരുന്നോ, ഇല്ലെങ്കിൽ ചിലപ്പം അച്ഛൻ്റെ തടിയും കേടാകും. പിന്നെ അച്ഛൻ എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? അവളെ തല്ലി തോപ്പിച്ചു, അവള് ഹോസ്പിറ്റലിലാണ്. ഇങ്ങനെ നുണ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ മോളെ ഞാൻ ഓർത്തു അവളിപ്പോൾ ഹോസ്പിറ്റലായിരിക്കുന്നു. എങ്കിലേ അവൾ ഹോസ്പിറ്റലിലല്ല, അവളിപ്പം
പച്ച ശരീരമായിട്ട് അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ വേണമെങ്കിൽ ഒന്ന് ചെന്ന് നോക്ക്. ചിലപ്പോൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 അച്ഛന് കിട്ടുകയും ചെയ്യും. അച്ഛനെ അവളെ അറിയാൻ മേലാഞ്ഞിട്ടാ നാണക്കേട് മാത്രം ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഒരു കഴിവുകെട്ട അച്ഛനെയാണല്ലോ ഈശ്വര എനിക്ക് തന്നതെന്ന് പറഞ്ഞു. അച്ഛൻ ആകെ അറിയാവുന്ന പരിപാടി എന്താണെന്ന് അറിയാമോ? കടം മേടിക്കുക. കടം മേടിച്ച് കൂട്ടുക. ഇതല്ലാതെ അച്ഛന് വേറെ എന്തെങ്കിലും അറിയാമോ? വേറൊരു ചുക്കും ഒരു ചുണ്ണാമ്പും അച്ഛൻ അറിയില്ല. ഒരു മുടിയാനായിട്ടൊരു അച്ഛന് എങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ വയറ്റിൽ ഞാൻ വന്ന് പിറന്നത് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം വേണു വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, വേണ്ടച്ച മതി നിർത്ത്, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അനന്തപുരിക്കാർ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ നാണക്കേടല്ലേ? നാണക്കേടാണെങ്കിൽ അങ്ങ് സഹിക്കുക. അതെ, അച്ഛൻ കടം മേടിച്ച് കൂട്ടി ഇപ്പം ഞാൻ ആ അനന്തപുരി കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പം വേണു പറഞ്ഞു, മോളെ ഇത് നിനക്ക് വേണ്ടിയും കൂടെ അല്ലേ ഞാൻ എനിക്ക് വേണ്ടി, എനിക്ക് എന്ത് വേണ്ടി? അച്ഛനും അമ്മയ്ക്കും ആഡംബര ജീവിതം നയിക്കാൻ അച്ഛനും അമ്മയും കടം മേടിച്ച് കൂട്ടി. ലാസ്റ്റ് അതിന് ഞാനാണ് അനന്തപുരി പോയി കിടന്ന് പൈസ ഉണ്ടാക്കേണ്ടത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അച്ഛനാണ് പോലും അച്ഛൻ സാധാരണ മക്കൾക്ക് സഹായം ചെയ്യുക അച്ഛന്മാർ ചെയ്യുന്നത്. ഇത് സഹായമല്ല, സഹായം ചെയ്യുന്നതെല്ലാം ലാസ്റ്റ് എനിക്ക് തന്നെയാണ് കുരുക്കായിട്ട് മാറുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും രേവതി, എങ്കിലും മനുഷ്യ അവൾ അത്രയ്ക്ക് അടി കൊടുത്തു അവന്മാർക്ക്, എങ്കിൽ പിന്നെ ഒന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ, നിങ്ങളുടെ തടിയും കേടാകരുത്. അവൾ വന്ന് വല്ല അടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വേണു മനസ്സിൽ വിചാരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് വല്ലാത്ത ഉശിര് തന്നെയാണ്, ആണുങ്ങളുടെ ഉച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവന്മാരെ എല്ലാം ഒറ്റക്കെടുത്തിട്ട് പെരുമാറിയത്. ഒന്ന് സൂക്ഷിച്ച് നടക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരിയാണ്. അനന്തപുരി തറവാട്ടിലെ അയ്യപ്പ പാട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ അനിയും നയനിയും സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയാണ് അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോഴത്തേക്കും അനി നയനിയോട് പറയുകയാണ്, ഇതുപോലെയുള്ള ചടങ്ങുകളൊന്നും ഇപ്പോൾ ഒരു കുടുംബത്തിൽ നടക്കാറില്ല. പണ്ടൊക്കെ ആയിരുന്നു ശബരിമലയ്ക്ക് പോവാന്നൊക്കെ പറയുന്നത് ഒത്തിരി നല്ലൊരു വ്രതമായിട്ടും അതുപോലെ തന്നെ ഭജനകളൊക്കെ നടത്തിയാണ് ആൾക്കാരത് കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ആരും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒരു 4-3 ദിവസം വ്രതം എടുക്കുക, നേരെ ശബരിമലയ്ക്ക് പോകുക, മാല ഊരുക, പിന്നെയും പഴയ ആ ഒരു ജീവിതം തന്നെ തുടരുക. അതൊക്കെ തന്നെയാണ് ഇപ്പം ഉള്ളത്. പണ്ടത്തെ പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയനയും പറഞ്ഞു, അത് ശരിയാ, പണ്ടൊക്കെ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അച്ഛൻ ഇപ്പോഴാണെങ്കിലും മലയ്ക്ക് പോകുമ്പോഴത്തേക്കും എല്ലാ വ്രതവും എടുത്ത് എല്ലാ ആചാരങ്ങളൊക്കെ അതുപോലെ തന്നെ നടത്തിയിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ പലരും ഇപ്പം അതൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ നയന് ചോദിച്ചു, അല്ല നീ നിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ, എന്താ പറ്റിയതെന്നോ? എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ആ കാര്യത്തിൽ എനിക്ക് ഏടത്തിയോട് ഭയങ്കര ദേഷ്യമുണ്ട്. അതെൻ്റെ മോനെ അങ്ങനെ പറഞ്ഞത്. ആദർശേട്ടൻ വിവാഹത്തിന്റെ തലേ ദിവസമല്ലേ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ നയനേടത്തേക്ക് അത് മുമ്പേ അറിയായിരുന്നില്ലേ? എന്നിട്ട് ഏടത്തി എന്താ ചെയ്തത്? എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഏടത്തി സാധിച്ചതില്ല. എന്നെയും നന്ദുവിനെ പറഞ്ഞ് തിരുത്താനല്ലേ ഏടത്തി ശ്രമിച്ചത്. എന്നിട്ട് പിന്നെ എന്നെ ഒരു സുഹൃത്തായിട്ട് നന്ദു കണ്ടിട്ടുള്ളൂ എന്നും പറഞ്ഞു. എനിക്കറിയാം അങ്ങനെയല്ലെന്ന്, അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. നന്ദുവിന് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അവളുടെ നെഞ്ചില എന്നെ കൊണ്ടു നടന്നത്. പക്ഷെ ഏടത്തിയുണ്ടല്ലോ, അവളെ പറഞ്ഞു തിരുത്തി ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. വേണ്ട, നീ എന്തിനാ ഇനി ഇതൊക്കെ സംസാരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? ഒരിക്കലും വേണ്ട. ഇനി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ രണ്ടാളും അനുഭവിക്കുന്ന വിഷമങ്ങൾ അനി കാണുന്നില്ലേ? ഞാനും എൻ്റെ ചേച്ചിയും ഇവിടെ കിടന്ന് എത്രമാത്രം അനുഭവിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അവളും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിനകത്ത് ജീവിക്കാൻ പറ്റുമായിരുന്നോ? ഹനിയുടെ അമ്മ തന്നെ അവളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തില്ലായിരുന്നോ? ഞാനൊരു കാര്യം പറയട്ടെ ഏടത്തി, പറയാം. ഇപ്പം ഏടത്തിയുമാരിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ലേ? അതുപോലെ തന്നെ നന്ദു അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തില്ലായിരുന്നോ? ഇപ്പം എന്താ, ഏടത്തിനെ സ്നേഹിച്ചു തുടങ്ങിയില്ലേ? മനസ്സുകൾ തമ്മിലുള്ള ഐക്യമായിടത്തി ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ജാതകത്തിൽ പോലും ചിന്തിക്കാൻ കാര്യമുള്ളൂ, ജാതകം പോലും നോക്കാൻ കാര്യമുള്ളൂ. അല്ലാതെ മനസ്സുകൾ തമ്മിൽ ഒരുമിക്കാതെ ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാലേ ഒരിക്കലും അത് ശാശ്വതമാകില്ല. അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടൊക്കെ നമ്മുടെ നവ്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നവ്യ വല്ലാതെ വിഷമിച്ച് കരഞ്ഞ് കണ്ണിങ്ങനെ തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് ചേച്ചി ഇതെന്താ ചേച്ചി ഇങ്ങ് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നവ്യേനെ വിളിച്ചുകൊണ്ട് നയനെ മാറിപ്പോവാണ്. അല്ല ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നത്? അത് പിന്നെ വേറെ ഒന്നും കൊണ്ടും അല്ല മോളെ, മിനിഞ്ഞാന്ന് രാത്രി മുതൽ അബി എന്നെ സ്നേഹിച്ചു തുടങ്ങിയതായിരുന്നല്ലോ. പിന്നെ നിനക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ. എന്നെ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറി. അതൊക്കെ എത്ര പെട്ടെന്നാണ് ഇല്ലാതായത്.
അതൊക്കെ ഓർക്കുമ്പം അതെനിക്ക് മനസ്സിലായി ചേച്ചി. അബിയുടെ അവൻ്റെ അമ്മയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ. എങ്കിലും ഈ അവസ്ഥയിലുള്ള ഒരു പെണ്ണിന് ഭർത്താവിൻ്റെ സ്നേഹം പ്രധാനമല്ലേ ചേച്ചി? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അവരുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയമാണ് ഈ ഗർഭകാലം എന്ന് പറയുന്നത്. അവിടെ അവൻ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു, എന്നെ വേദനിപ്പിക്കുക. അല്ല, മാല ഇട്ടിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാ മോളെ. എന്നിട്ടും അവൻ ഇതൊക്കെ ചെയ്യാം. അവനതിന് മാല ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. രാവിലെ എണീറ്റ് കുളിക്കുന്നത് പോലും അവന് ഇഷ്ടമല്ല. വീട്ടിലെ ആണുങ്ങളെല്ലാം മലയ്ക്ക് പോകുന്നതുകൊണ്ട് ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ അവനെ കൊണ്ട് നിർബന്ധിച്ച് മാല ഇടിപ്പിച്ചതല്ലേ. അല്ല, എങ്കിലും മാല ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നല്ലേ പറയുന്നത്. അതിനൊന്നും അവനെ കൊണ്ട് പറ്റില്ല. അവൻ ഈ സമയത്ത് നോൺ വെജ് പോലും കഴിക്കാൻ പഠിക്കില്ല. അങ്ങനെ ഒരുത്തൻ അവന്. എന്നിങ്ങനെ നമ്മുടെ നയനെ പറഞ്ഞു കേട്ടോ. നയനെ ഇങ്ങനെ കാണിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് നവി പറഞ്ഞു, അച്ഛനും അമ്മയും ഭയങ്കര സന്തോഷത്തിലാ എന്നെ അഭി സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട്. ഇനിയിപ്പം അത് അവൻ്റെ അഭിനയമാണെന്ന് അറിയുമ്പോഴത്തേക്കും അത് അവർക്കൊന്നും സഹിക്കാൻ പറ്റില്ല നയനെ. അവർ താങ്ങും അതൊക്കെ. ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അമ്മയും നന്ദുവും ഒക്കെ. വീട്ടിലെ ആണുങ്ങളെല്ലാം വ്രതത്തിലാ ചേച്ചി. നമുക്കും കഠിന വ്രതം എടുത്താലോ ചേച്ചി? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവുന്ന എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ വിശ്വാസമാണല്ലോ നമ്മളെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ വ്രതം എടുത്തു നോക്കാം. ഒന്നും മാറാൻ പോകുന്നില്ല നവ്യെ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ഞാൻ മരണവേദന അനുഭവിക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ കുറച്ച് സമയത്തെ എനിക്ക് സ്നേഹം തന്നതാ. നാളെ വാടിക്കരിയാൻ പോകുന്നവർക്ക് കുറച്ച് വെള്ളം അതൊഴിച്ചു തന്നതാ. നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമല്ല നീയും ആദർശേട്ടനും ഒരു മുറിയിൽ ഒന്നിച്ച് കഴിയാൻ വേണ്ടി അവർ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആദർശേട്ടനുണ്ടല്ലോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആദർശേട്ടന്റെ മനസ്സിൽ നീ ഉണ്ടല്ലോ. അങ്ങനെ ഓർത്ത് നിനക്ക് സമാധാനിക്കാം, സന്തോഷിക്കാം. ആ ഹൃദയത്തിൽ നിനക്കൊരു നല്ല സ്ഥാനം ഉണ്ടല്ലോ. അതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഞാൻ പൂർണ്ണമായിട്ട് തോറ്റുപോയത്. എൻ്റെ മനസ്സിൽ ഇപ്പം വേറൊന്നുമല്ല, എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എന്ത് പറ്റി ചേച്ചിക്ക്? ചേച്ചി ഭയങ്കര തൻ്റെ ഇടത്തോടെ പിടിച്ചു നിന്നാണല്ലോ. പിന്നെ എന്താ പറ്റി ഇങ്ങനെ? ഭർത്താവ് ഭാര്യനെ കൈവെള്ളയെ കൊണ്ട് നടക്കണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടായ ശേഷം, അത് അഭിനയമാണ് എന്നറിഞ്ഞതിന് ശേഷം നയനെ എൻ്റെ ചങ്ക് പൊട്ടുക. ആ സമയത്തെ നമ്മൾ പെൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആത്മബലമുണ്ട്, ആത്മശക്തി ഉണ്ടെന്നൊക്കെ നമ്മൾ പുറമേ കാണിക്കുമെങ്കിലും മനസ്സിൽ ഒരിക്കലും താങ്ങില്ല. ഒരു പെണ്ണും ഭർത്താവ് ചതിച്ചു കഴിഞ്ഞാലേ അതൊരു പെണ്ണിനും സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോയിട്ടോ. നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നയനയ്ക്കും കഴിയില്ല ഒന്നും ചെയ്യാൻ ഈ ഒരു കാര്യത്തിന്. അഭിയുടെ സ്വഭാവം അതുപോലെയാണല്ലോ. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് ദേവയാനിനെയാണ് കേട്ടോ. അപ്പം ദേവയാനി ഹോസ്പിറ്റലിൽ കിടക്കാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ ജലജയും ജാനകിയും കൂടെ ചെല്ലുകയാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ളവരെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയല്ലോ. അതുകൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് നമ്മുടെ ജലജ ഏടത്തി എന്നിങ്ങനെ വിളിച്ചു. അപ്പോഴത്തേക്കും ദേവയാനി നിങ്ങൾ വന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഇതുവരെ എന്താ നിങ്ങൾ വരാത്തതെന്ന്. എങ്ങനെയാ ഏടത്തി വരുന്നത്? വന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ വിളിച്ചു പറയേണ്ടി വരില്ലേ? അല്ല, എന്താ ഈ പറയുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും ഏടത്തിയുടെ രക്തം തിളയ്ക്കും. അതുകൊണ്ട് മനഃപൂർവ്വം വരാതിരുന്നതാ. എന്തിനാ വെറുതെ ഏട്ടത്തിനെ വിഷമിപ്പിക്കുന്നത്? അറിയേണ്ടതൊക്കെ അതിന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ ആരും പറഞ്ഞില്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് എനിക്കുണ്ടല്ലോ. ജയേട്ടൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ആ പാല് ഞാനെടുത്ത് കുടിച്ചത്. അല്ല, ഞാൻ അതല്ല ഓർക്കണത്. അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയാണോ ഇനി ശ്രമിച്ചത്? അതും പറയാൻ പറ്റില്ലേ എന്നിങ്ങനെ ജാനകി പറഞ്ഞപ്പോഴത്തേക്ക് ജലജ പറഞ്ഞു, ഓ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും സമ്മതിക്കുന്നില്ലല്ലോ. ഇവിടെ എല്ലാവരും പ്രതിയാക്കാൻ നോക്കുന്നതേ ആരെയാന്നോ? എന്നെയും എൻ്റെ മോനെയും അനാമിക മോളെയും രേവതീനെയൊക്കെയാണ്. അവൾ ആര് പ്രതിയാക്കാൻ നോക്കിയാലും നടന്ന കാര്യങ്ങളെല്ലാം പകൽ വെളിച്ചം പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് സമ്മതിച്ചു തരില്ല. അവള് തന്നെ എന്നെ കൊല്ലാൻ നോക്കിയത്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ അവളുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി തന്നെയായിരിക്കും അവൾ ശ്രമിച്ചത്. അല്ലെങ്കിൽ ഞാൻ രാത്രി പാല് കുടിക്കുന്നറിഞ്ഞിട്ട് ആ പാലിൽ അവൾ എന്തോ കലർത്തി അതാ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ജാനകി പറഞ്ഞു, അവളെ ആ വീട്ടിൽ നിന്ന് പുകച്ച് വെളിയിൽ ചാടിക്കുന്ന സമയം കഴിഞ്ഞു ഏടത്തി. അങ്ങനെ ചാടിക്കുകയാണെങ്കിലേ നമുക്ക് തലവേദന ഉണ്ടാവില്ല. അപ്പം ജലജ പറഞ്ഞു, ഏടത്തിയുടെയും അവളുടെയും ബ്ലഡ് ഗ്രൂപ്പേ ഒരേ ഗ്രൂപ്പാ. എന്നിട്ട് എന്താ അവള് ബ്ലഡ് തന്നോ? ഇല്ലല്ലോ. എന്നിട്ട് അവളെ ചെറിയൊരു സമ്മതം മൂളിയോ? അതുപോലും അവള് ചെയ്തില്ലല്ലോ. ആ സമയത്ത് ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തതിൽ അനാമിക മോൾക്ക് നല്ല വിഷമമുണ്ട്. അത് മോള് പല തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അനാമിക മോളുടെ കാര്യം നിങ്ങളായിട്ടൊന്നും പറയണ്ട. മോളുടെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുപോലെ ഒരു മരുമകളെയാ ജാനകി ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ കിട്ടിയത് ഒരു പിശാചിനെ, അകത്തും പുറത്തും ക്ലാവ് പിടിച്ച ഒരു പിശാചിനെ. അവൾ നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യും. പക്ഷെ അവൾക്ക് മാറ്റു കുറവാ.
വെറും 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 അവള് വെറും ക്ലാവ് പിടിച്ച പിച്ചളയാ. പക്ഷെ അതുപോലെയല്ല എൻ്റെ അനാമിക മോള് 10 മാറ്റ് തങ്കവാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ജലജ പറഞ്ഞു, ഏടത്തി അസുഖം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും അവളെ ആദ്യം ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം, അതാ വേണ്ടത്, അതിനി വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ മനസ്സിൽ പലതും ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ജാനകി പറഞ്ഞു, ഇതൊക്കെ പോരാഞ്ഞിട്ട് ജലജ പറഞ്ഞതുപോലെ എൻ്റെ മരുമകളുടെ അമ്മയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കും അനിയത്തിയും ചേച്ചിയും കൂടി. ഇങ്ങനെ ഒരു കാര്യത്തിൽ കുടുംബത്തിൽ പോലീസ് കയറുന്നത് അച്ഛനും ചേട്ടനും ഒന്നും ഇഷ്ടമല്ല. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടൊന്ന് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കായിരുന്നു. അതും കൊണ്ടാ പോലീസ് അന്വേഷണം വേണ്ടാന്ന് വെച്ചത്. എങ്കിലും നിങ്ങളെപ്പോലെ ഞാനും അവളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവള് തന്നെയാ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നെ ഈ അവസ്ഥയിലാക്കിയത് അവളാ. ദേ അവള് കലർത്തിയ ആ ഒരു വിഷമുണ്ടല്ലോ, അത് കൊടും വിഷമായിരുന്നു. ഞാൻ എത്ര വേദന അനുഭവിച്ചെന്നറിയാമോ. ഇനി അവൾക്ക് ഒരിക്കലും ഞാനൊരു മോചനം കൊടുക്കില്ല. ഒരിക്കലും അവളെ ഞാൻ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. എന്നിട്ട് ദേവയാനി ഇങ്ങനെ ദേഷ്യമായിട്ട് ഇങ്ങനെ കിടക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനാമിക പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുന്നത്. ഞാനേ വല്യമ്മയ്ക്ക് ബ്ലഡ് തരാൻ തയ്യാറായിരുന്നല്ലോ, പക്ഷെ എന്ത് ചെയ്യാനാ, അതിന് മുമ്പായിട്ട് ആരോ വന്നു. അപ്പം പിന്നെ ബ്ലഡ് തരാൻ വേണ്ടി ആരും സമ്മതിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞതാണല്ലോ. അപ്പോൾ ആ കാര്യം ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നമ്മുടെ ദേവയാനി ആലോചിക്കുക. എന്നിട്ട് ജലജ പറഞ്ഞ കാര്യം വീണ്ടും ആലോചിക്കുകയാണ് കേട്ടോ. ഏടത്തിയുടെയും നയനയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാ, എന്നിട്ട് അവൾ ബ്ലഡ് പോലും തന്നില്ലല്ലോ എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുക. അപ്പോൾ ഈ കമ്പയർ ചെയ്യുന്നതാണ് നയനയും അനാമികയും തമ്മിൽ. അപ്പോൾ ആ ഒരു ഇത് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.